പിന്നെ നമ്മൾ പിടിക്കണ ഇങ്ങനെ പിടിക്കാൻ പാടും എങ്കിൽ ആമ സൈലൻ്റ് ആയിരിക്കും. അവൻ നടന്ന നീന്തുന്ന ആന ആമ ആമ പൊക്കോടാ പുറത്തോടു കൂടി പോകാം. എന്നാ ഇതെങ്ങനെ കയറി? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെയാണ് നമ്മൾ ചൂണ്ട കെട്ടിയിട്ട് ഒരു 3 ചൂണ്ട ഇന്നലെ രാത്രി കെട്ടിയിട്ട് ഒരു 3 ചെറിയ തിലോപ്പി ഒരുത്ത് ഇവിടെ കെട്ടിയിട്ട് പോയി. 3 ചൂണ്ടയല്ലടാ 3 ചൂണ്ട കെട്ടിയിട്ട് പോയി. അപ്പോൾ നമുക്ക് ഇന്ന് മീൻ കിട്ടുമെന്നറിയില്ല, കാര്യം നല്ല വെള്ളം കുറഞ്ഞ കിടപ്പുണ്ട്. ഇന്നലെ രാത്രി മഴയും കൂടി പെയ്തു, അതുകൊണ്ടാണ് നമ്മൾ രാത്രി കൊണ്ട് കെട്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ 3 ചൂണ്ട പോയി നോക്കാം മീനുണ്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് നമ്മൾ ആരും വെക്കൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി കാട്ടിനുള്ളിലാണ് ചൂണ്ട കെട്ടിയിട്ട്. നല്ല റോഡാണ്. ഫസ്റ്റ് ചൂണ്ട കല്ലിൻ്റെ ഇടയിലാണ് ഗൈസ്. ഈ കല്ലിൻ്റെ ഇടയിലല്ലേ മീനില്ല. രണ്ടും കൊണ്ടുപോയി കാലി. നെക്സ്റ്റ് അതിലും ഇല്ലേ? ഇതെന്താ സ്പെഷ്യലായിട്ട് ഒരെണ്ണം വന്നിരിക്കുന്നത്? മീനിന് കിട്ടിയ ഐറ്റം കണ്ടില്ലേ? അതോ അത്രയും വലിയ മീനിനെ ഇതെന്താ ചുമ്മാ അടിയ പോയപ്പോ കയറി നമ്മളിവിടെ എന്താ പറയുന്നത്, അതിന്റെ പേര് നത്തല്ലേ? നത്ത എന്നൊക്കെ പറയും. ഇതിന്റെ പേര് നിങ്ങളെ നാട്ടിൽ എന്താണെന്ന്? കക്കേര വർഗത്തിലുള്ളതാണല്ലേ ചിപ്പീര? ഇതിന്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ. ഇനി ഒരു ചൂണ്ട കൂടി ഉണ്ടാരും പോരുത്. എന്നാ ഇതെങ്ങനെ കേറി? എന്തായാലും അതോടെ ഇരിക്കട്ടെ. നമ്മളിവനെ വെറുതെ വിടും, ജീവനോടെ വന്നാൽ വെറുതെ വിടും. അടുത്ത ചുണ്ട് കടവിലായിരിക്കുന്നത്. വലിക്കണ ഗൈസ്, മീനുണ്ട് ഗൈസ്, മീനുണ്ട് സാമയാണ്. ഇതെന്താ വായിൽ കൊടുക്കാതെ സൈഡിലൊക്കെ കൊടുത്തു വന്നിരിക്കുന്നത്? ഇത് കഴിച്ചിട്ട് തല വലിയ ഉള്ളിലോട്ട് വലിച്ചാണ് സൈഡിൽ കൊടുത്തു പോയിരിക്കുന്നത്. എങ്ങനെ പിന്നെ നമ്മൾ പിടിക്കണ ഇങ്ങനെ പിടിക്കാൻ പാടും എങ്കിൽ ആമ സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവനെ നമ്മൾ എന്തായാലും കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോയാൽ നമ്മുടെ നിയമവ്യവസ്ഥയിലനുസരിച്ച് നമുക്ക് പണിയിട്ട് നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് എന്തായാലും വായിൽ കയറാത്ത അത്രയും നന്നായി. എന്തായാലും ഇവനെന്തായാലും നമ്മൾ എന്തായാലും രക്ഷപ്പെടുമെന്നുള്ള ഒരു ഉറപ്പാണ്. നമ്മൾ പതുക്കെ എന്തായാലും ഹുക്കളക്കി എന്തായാലും വിടാം. ഇടനാക്ക് പണിയാണ്. എന്തോടെ ഗ്രൗണ്ടല്ലോ. അത് കളക്കി വിടാന്ന് വെച്ചാൽ നടക്കണല്ലോ. അവനെ പൈസ വേറെ ഒന്നും വിചാരിക്കരുത്, നടക്കുന്നില്ല. ചുമ്മാ അല്ല ഇത് പോവാത്ത കേട്ടാ. ഇതിനെ കേട്ടി എളുപ്പമായിരുന്നു വായിക്കാത്ത ഒരു രക്ഷയില്ല. നമ്മൾ അവസാനം കടും കൈ ചെയ്തു. അവൻ്റെ ശരീരത്തിലുള്ള ഇതെന്താണെന്ന് നമുക്കറിയത്തില്ല. എല്ലാം ടെററാണ്. കമത്തി പിടിച്ചാൽ നീ ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷേ നീ നൂത്ത് പിടിച്ച് കഴിഞ്ഞാൽ നീ നമ്മളെ കയ്യിൽ നിന്ന് നിന്നെ വിടാൻ തന്നെയല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളെ ഇവനെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കല്ലെങ്കിൽ നമുക്ക് പണിയാണ്. നമ്മളിവനെ അവിടെ തന്നെ വിടുകയാണ്. സന്തോഷത്തിൻ്റെ ഇവന് സന്തോഷത്തിൻ്റെ നാളെ തല വേണമെങ്കിൽ കണ്ടോ. ഇങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് നോക്കണോ. കമന്ന് നടന്ന് നീന്തൽ കണ്ടിട്ടുണ്ട് ആമ. ഇപ്പം കളിച്ചില്ല. ആമ കമന്ന് നടന്ന് നീന്തൽ. ഇതിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, വിടാനും ആഗ്രഹമുണ്ട്. കമന്ന് നടന്ന് നീന്താണ് ആമ. കമന്ന് നടന്ന് നീന്തുന്ന ആന പൊക്കോടാ പുറത്തോടു കൂടി പോകാം. അവൻ പോയി. അവനെ വെറുതെ വിട്ടു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ, കമന്റ് ചെയ്യാനും മറന്നുപോലെ. പക്ഷേ അതിൻ്റെ ഒരു പേര് എന്തായാലും കമന്റ് ചെയ്യാൻ മറന്നുപോലത്. എന്താണെന്നുള്ള നത്തേന്ന് പറയും, പക്ഷെ നത്ത് ഒരു കോമൺ പേരാണ്. ഇവനെ കൂടി ഇളക്കിയും കൂടെ അല്ലേ. അപ്പോൾ ഇവനെ നമ്മൾ റിലീസ് ചെയ്യും. അതിന് ഈ കരയിലെത്തുമെങ്കിൽ 2 ആഴ്ചയാവും.
നമുക്ക് മീൻ മാത്രം കിട്ടിയില്ല. ശോകമായി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ബൈ ബൈ. അപ്പം വെയിറ്റ് ചെയ്യേ നിൽക്കട്ടെ. ആ ശരി. ബൈ ദ ബൈ. ഓക്കെ ബൈ ദ ബൈ. ബൈ ബൈ.